ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ആലോചിച്ചിട്ട് കർത്താവോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഈശോയോട് കണക്റ്റഡ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ബൈബിളിൽ നിന്ന് എടുക്കാം. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലാണ്. ദാവീദാണ് ഹീറോ. ദാവീദ് രാജാവായ ഉടനെ ഒരു ഇരിക്കപ്പുറത്ത് പോലും കൊടുക്കാതെ ഫിലിസ്തീർ, പണ്ടത്തെ ഗോലിയാത്തിന്റെ ടീമുകൾ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇരിക്കപ്പുറത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ഇരുന്നതേ ഉള്ളൂ, അപ്പത്തേനും അടിയും പരിപാടിയൊക്കെ തുടങ്ങി. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ദാവീദ് പോവാണ്. ദാവീദിന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സാമൂൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം എടുക്കാം. അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളാണ്. വചനം ഒന്ന് ഫോളോ ചെയ്യാവോ? ഇസ്രായേലിന്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു. ഇരിക്കാൻ സമ്മതിച്ചില്ല. നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, ജോലി കിട്ടി അന്നേ ദിവസം ടെൻഷൻ ആരംഭിച്ചു. കല്യാണം നടന്നു, പിറ്റേ ദിവസം പോലെ വഴക്ക് തുടങ്ങി. ഈ കോളേജിലോട്ട് പോയി, പിറ്റേ ദിവസം പോലെ ശ്വാസം മുട്ട് തുടങ്ങി. നമുക്ക് അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഇങ്ങനെ ഞെരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ദാവീദിനെ അവരിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ദാവീദ് എന്നാ ചെയ്തെന്ന് നോക്ക്. അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. നമ്മൾ ഒറ്റ വായന വായിക്കുമ്പോൾ ആ വചനത്തിൽ മാത്രം ഒതുക്കി വായിച്ചാൽ അവൻ പേടിച്ച് കോട്ടയ്ക്കകത്ത് ഒളിച്ചിരുന്നു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ ചുമ്മാ പേടിച്ച്, ഫിലിസ്തീനെ പേടിച്ച് അകത്ത് കയറിയിരിക്കുമെന്നല്ല ചെയ്തത്. അടുത്ത വചനം ശ്രദ്ധിക്കണം. 18-ാമത്തെ വാക്യം. ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്തീർക്കെതിരെ ഞാൻ പുറപ്പെടണമോ, അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു എന്ന് വെച്ചാൽ ചുമ്മാ കെട്ടിടത്തിന് ചുറ്റും, നാടിന് ചുറ്റും കെട്ടിപ്പൊക്കിയ ഒരു കോട്ടയല്ല. ദാവീദ് സങ്കീർത്തനങ്ങളൊക്കെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുലുങ്ങത്തില്ല, എൻ്റെ അഭയശിലയും എൻ്റെ കോട്ടയും ആരാണ്? എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് മന്ത്രിമാരോടോ പരിവാരങ്ങളോടോ പടയാളികളോടോ സൈന്യാധിപന്മാരോടോ അല്ല ദാവീദ് ചോദിച്ചത്. ആദ്യം രാജാതിരാജനായ കർത്താവിനോട് ചോദിച്ചു, ഞാൻ പോട്ടെ, അങ്ങ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ വായിച്ച വചനം പോലെ, പ്രഭാഷകൻ 32 വായിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ആലോചിച്ചുകൊണ്ട് ചെയ്യുക. ദാവീദ് കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങി നിന്ന മനുഷ്യ എന്ന് പറയുന്നതിന്റെ കാര്യം സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് ചോദിച്ചിട്ടായിരുന്നു ദാവീദ് മിക്ക കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ചോദിച്ച ആ കാര്യങ്ങളെല്ലാം കർത്താവ് അവന് അനുഗ്രഹമാക്കി കൊടുത്തു. ദാവീദ് ചോദിച്ചു, ഞാൻ പോട്ടെ, നീ എന്നെ അവരുടെ നീ അവർക്കെന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈശോയുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ, എനിക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോട് ചോദിക്കും? ഈശോയോട് ആദ്യം ചോദിക്കും. കർത്താവേ, ഇത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കോഴ്സ്, എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം, എനിക്ക് ഈ സ്ഥലത്തേക്ക് പോകണം, ഞാൻ പോട്ടെ, നീ എൻ്റെ കൂടെ വരുമോ? ഞാൻ പോയാൽ ഈ ഇൻ്റർവ്യൂ അങ്ങ് എനിക്ക് പാസ്സാക്കി തരുമോ? എല്ലാ നിഷ്കളങ്കതയോടെ, ഒരാർത്തി പിടിച്ചോണ്ട് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല, നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചേ, ഈശോയെ, നീ എൻ്റെ കൂടെ വരാമോ? നീ എൻ്റെ കൂടെ ഈ സ്ഥലത്തേക്ക് വരാമോ? ഈ വ്യക്തിയെ ഞാൻ കാണാൻ പോകണം, അങ്ങ് എൻ്റെ കൂടെ വരാമോ? ഈ സ്ഥലത്തേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി പോവാം. എല്ലാ കാര്യങ്ങളും നിഷ്കളങ്കതയോട് ചോദിക്കുക. കർത്താവ് സംസാരിക്കും. ദാവീദിനോട് സംസാരിക്കുക മാത്രമല്ല, അവന് വേണ്ടി ഒരു സ്പെഷ്യൽ കാര്യം കർത്താവ് ചെയ്തു കൊടുത്തു. ഈ പുസ്തകത്തിൽ തന്നെ 19-ാമത്തെ വാക്യം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കണേ. അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. നോക്ക്, ഈശോയായിട്ട് നമുക്കൊരു സ്ഥിരമായൊരു ബന്ധം ഉണ്ടെങ്കിലുണ്ടല്ലോ, ബലിയർപ്പിച്ച് വചനമൊക്കെ വായിച്ച് പേഴ്സണൽ പ്രയറിലൂടെയൊക്കെ എപ്പോഴും ഈശോയായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഒറ്റ തവണ ചോദിച്ചാൽ തന്നെ കർത്താവ് സംസാരിക്കും. നമ്മളാണെങ്കിൽ ഒരു 100 തവണ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് എന്താണ് മിണ്ടാത്തതെന്നൊക്കെ. വല്ലപ്പോഴും വന്ന് ചോദിക്കുന്നവരൊന്നും കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല. നമുക്ക് ഈ 2 അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് ഈശോ മറുപടി വരും, ഉത്തരവൊക്കെ തരും. ചിലപ്പോൾ ഈശോ മൈൻഡ് പോലും ചെയ്യത്തില്ല. കൂടെ പോയി കണ്ടോണം. കൂട്ടുകൂടുന്നവരോട് ഈശോ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. ദാവീദ് ഹൃദയത്തിനിണങ്ങി നിന്നുകൊണ്ട് ദാവീദ് ചോദിച്ചപാടെ കർത്താവ് മറുപടി കൊടുത്തു. മറുപടി ഒരു വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലൂടെ കർത്താവ് ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വാചനം വായിച്ചു നോക്കിയ 20-ാമത്തെ വാക്യം. ദാവീദ് ബാൽപെരാസിമിൽ വെച്ച്, ആ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ, അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ ചിതറിച്ചു എന്ന് പറഞ്ഞ് ദാവീദ് ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്ന് പേരിട്ടു. ബാൽപെരാസിം എന്ന് പേരിട്ടു. ആ സ്ഥലത്തിന് പേര് വീണതിൻ്റെ ഒരു കാര്യം പറയാണ്, ബാൽപെരാസിം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ POC ബൈബിൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ഒരു ഫുഡ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ബാൽപെരാസിം, ചിതറിക്കുന്ന നാഥൻ, എ ഗോഡ് ഹു ഗീവ്സ് യു ബ്രേക്ക് ത്രൂ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ദാവീദ് പറയുന്ന ആ വചനം കേട്ടോ, വാക്ക് കേട്ടോ, എൻ്റെ ശത്രുക്കളെ എൻ്റെ കൺമുമ്പിൽ വെള്ളച്ചാട്ടത്തിൽ ചിറയുന്ന പോലെ ചിതറിച്ച് കളഞ്ഞു എന്നാ പറയുക. ഈ വെള്ളമൊക്കെ വന്ന് വീഴുന്ന കാണുന്നില്ലേ? വെള്ളം വന്ന് വീണ് നല്ല രസമാണ് കാണാൻ. അതിങ്ങനെ ചിതർന്ന് കണ്ടില്ലേ? അതുപോലെ എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധിയെ കർത്താവ് ചിതറിച്ചു കളഞ്ഞു എന്നാണ് ദാവീദ് പറയുന്നു. ബാൽപെരാസിം.
എൻ്റെ ദൈവം ചിതറിക്കുന്ന ദൈവമാണ്. ശത്രുക്കളെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ചിതറിച്ച് കളയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ഇറങ്ങാൻ പോണേ? നാളെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ മുമ്പിൽ ചില പ്രതിസന്ധികളുണ്ട്. എല്ലാം കർത്താവിനോട് പറഞ്ഞിട്ട് ചെയ്യുക. കർത്താവ് സംസാരിക്കട്ടെ. സംസാരിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ബാൽപരാസിം അനുഭവമായിരിക്കും. എ ബ്രേക്ക് ത്രൂ. ഹി വിൽ ഗിവ് യു എ ബ്രേക്ക് ത്രൂ. മുമ്പിൽ ഒരു വലിയ തടസ്സം, ഒരു വലിയ മതിലാണ്. ചിതറിച്ച് കളയാൻ പറ്റുന്ന ശക്തനായ ഒരു ദൈവത്തിലാണ് നീ വിശ്വസിച്ചേക്കുന്നത്. ആ ബോധ്യത്തോടെ വേണം പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ഈശോയോട് സംസാരിച്ചിട്ട് ചെയ്യാനും. നിങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ രാത്രിയിലെ ചിന്ത അവസാനിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന നിങ്ങളോട് ചോദിക്കുകയാണ്. നാളെ 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നമ്മുടെ ഹീൽ ധ്യാനം ഇവിടെ നടക്കുകയാണ്. 23-ാമത്തെ ഹീൽ ധ്യാനം നമ്മുടെ പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാനേന്ദ്രത്തിൽ നടക്കുകയാണ്. നിങ്ങളതിനുവേണ്ടി ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇത് വലിയൊരു ബാൽപരാസിം അനുഭവമാവും. മുമ്പിലുള്ള സങ്കടങ്ങളെ, ഇപ്പോൾ നാളെ ധ്യാനത്തിൽ വരുന്ന മക്കളുടെ മുമ്പിലുള്ള സങ്കടങ്ങൾ, അവരുടെ പ്രതിസന്ധികളെല്ലാം കർത്താവ് ഒരു ബാൽപരാസിം അനുഭവം കൊടുത്ത് ചിതറിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത 4 ദിവസം പ്രാർത്ഥിക്കാം. 11, 12, 13, 14 ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത മാസത്തെ ഹീൽ ധ്യാനം സെക്കൻഡ് വീക്കിലാണ്. ആ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. പോസ്റ്ററുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഷെയർ ചെയ്യും. നിങ്ങളതിൽ പ്രാർത്ഥിക്കുക. പങ്കുചേരാൻ സാധിക്കുന്നവർ, ആഗ്രഹിക്കുന്നവരൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. വലിയൊരു അനുഗ്രഹമായിട്ട് ഈ 4 ദിവസങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് വേണ്ടിയും കൂടെയുള്ള സഹോദരങ്ങൾ, വൈദികർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരു ബ്രേക്ക് ത്രൂ അനുഭവം തന്ന് കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.